ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 8 ആണ്. പ്രമേയം 8, കർഷകർ, സെമീന്ദാർമാർ, രാഷ്ട്രം, കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും, ഏതാണ്ട് 16-17 നൂറ്റാണ്ടുകൾ, പെസൻസ്, സെമീന്ദാഴ്സ് ആൻഡ് സ്റ്റേറ്റ്, അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് ദ മുഗൾ എംപയർ. തീം 8 ആണ്. എങ്കിലും നമ്മൾ പഠനം ഇപ്പോൾ സ്പീഡ് കുറച്ച് മാത്രം പഠിക്കുക. അതുതന്നെ നിങ്ങൾക്ക് പിന്നീട് വലിയൊരു വായനയ്ക്കുള്ള ഇട നൽകാത്ത രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മെനക്കെട്ടിതൊരു പഠനം വേണ്ടാത്ത രീതിയിൽ ഒന്ന് തവണ കേട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ശക്തമായ വർക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണം. ഇതുമായിട്ടുള്ള ടച്ച് പോകാതിരിക്കാൻ ഇത് കുറേ നിലനിർത്തുകയും വേണം. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തൊരു കാര്യമുണ്ട്. അക്ബർനാമ, ഐനി അക്ബാരി തുടങ്ങിയ പുസ്തകങ്ങളുടെ പേരുകൾ. അബുൾ ഫസലിൻ്റെ പുസ്തകമാണ്, അക്ബറിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. വളരെ വിശാലമായിട്ട് ഇതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരേ പുസ്തകം തന്നെയാണ്, 2 ഭാഗമായിട്ട് അക്ബർനാമ എന്നും ഐനി അക്ബാരി എന്നും പറയുന്ന പുസ്തകങ്ങൾ. പിന്നീട് ഈ പാഠം സ്ഥിരം പോലെ കർഷകരുടെ കാർഷികോൽപാദനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഉറവിടങ്ങൾ, സോഴ്സസിലേക്ക് കടന്ന്, അപ്പോൾ കർഷകരും അവരുടെ ഭൂമികളുമിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഖുദ് കഷ്ത, പാഹി കഷ്ത തുടങ്ങിയത് നമുക്ക് നിസ്സാരമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ പഠിച്ചു. ജലസേചന സാങ്കേതിക വിദ്യകൾ അപൂർവമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിനുശേഷം സമർത്ഥമായ വിളകൾ, ആ അബണ്ടൻസ് ഓഫ് ക്രോപ്സ്, അതിനകത്ത് ജിൻസി കമിൽ എന്ന് പറയുന്ന വാക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഗ്രാമസമുദായം, ജാതിയും ഗ്രാമീണ പരിസ്ഥിതിയും, ജാതി എങ്ങനെയാണ് ഗ്രാമീണ പരിസ്ഥിതിയെ ബാധിക്കുന്നതെന്ന്, പഞ്ചായത്തുകളും തലവന്മാരും, സാധാരണ പഞ്ചായത്തിൻ്റെയും ജാതി പഞ്ചായത്തിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഗ്രാമത്തിലെ കൈത്തൊഴിലുകൾ, അത് കഴിഞ്ഞ് ഒരു ചെറിയ റിപ്പബ്ലിക്ക്, അത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ പലതവണയും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ ഇപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങൾക്കും ഒക്കെയുള്ള പ്രാധാന്യം കൂടുതലാണ്, അവരെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് വനങ്ങളും ഗോത്രങ്ങളും, ജംഗ്ലി എന്നൊക്കെ വിളിക്കുന്ന ആ വനവാസികളെക്കുറിച്ച്, വനങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങളൊക്കെ വെച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇന്ന് സെമീന്ദാർമാരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അധികമൊന്നും പഠിക്കുന്നില്ല. സെമീന്ദാർമാരെ പറ്റി നമുക്ക് പഠിക്കാം. സെമീന്ദാസ്. The word Zamindar was derived from 2 Persian words, Samin, land, and Dar, owner. അപ്പോൾ ലാൻഡ് ഓണർ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലാൻഡ് ഓണർ. അവർ പല പേരിൽ നമ്മുടെ നാട്ടിൽ ജന്മിമാരെന്നൊക്കെ പറയും, ഭൂസ്വാമിമാരെന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ ആസാമി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പല പേരിൽ ഈ വലിയ വൻകിട ഭൂപ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂഡൽ ലോഡ്സാണ്. ആ സെമീന്ദാർമാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദ സെമീന്ദാർസ് ഒക്കുപ്പൈഡ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസ് ഇൻ ദ അഗ്രേറിയൻ സൊസൈറ്റി. കാർഷിക സമൂഹത്തിൽ വളരെ വലിയൊരു സ്ഥാനമായിരുന്നു അവർക്ക്. ദേ വേർ ദ പ്രൊപ്പറൈറ്റേഴ്സ് ഓഫ് ലാൻഡ്. ഭൂമിയുടെ മൊത്തം ഉടമസ്ഥരവരായിരുന്നു. ദേ ലീവ്ഡ് ഓഫ് അഗ്രികൾച്ചർ. അവരും കൃഷി കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ബട്ട് ദേ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പം നമ്മൾ ഊഹിക്കുന്ന പോലെ തന്നെ അവർ നേരിച്ച് കൃഷി ചെയ്യാനൊന്നും ഇറങ്ങത്തില്ല. അവർ മറ്റുള്ളവരുടെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചോ മറ്റുള്ളവരുടെ ഭൂമിയിൽ കരം പിരിച്ചോ അവർ കഴിഞ്ഞോളും. ദ സെമീന്ദാഴ്സ് എൻജോയ്ഡ് സുപ്രീം സ്റ്റാറ്റസ് ഇൻ റൂറൽ സൊസൈറ്റി. ഗ്രാമീണ സമൂഹത്തിൽ ഉന്നത സ്ഥാനമായിരുന്നു സെമീന്ദാർമാർക്ക്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം, ഇത്രയും വലിയ സ്ഥാനം ഇയാൾക്ക് എങ്ങനെ കിട്ടി, എങ്ങനെയാണ് ആ പോസ്റ്റിലോട്ട് വന്നതെന്നുള്ളതൊക്കെ നോക്കാം. There were 2 major factors for the elevated status of Zamindars. ഇത്രയും വലിയ സാമൂഹിക സ്ഥാനം കിട്ടാൻ 2 കാരണമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദ ഫസ്റ്റ് ഫാക്ടർ വാസ് ദ കാസ്റ്റ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒന്നാമത്തെ ഘടകം ജാതിയാണ്. സെമീന്ദാർ ഉയർന്ന ജാതിക്കാരനാണ്. ദ സെമീന്ദാർസ് ബിലോങ്ഡ് ടു ഹയർ കാസ്റ്റ്. അനദർ ഫാക്ടർ വാസ് ദാറ്റ് ദേ പെർഫോംഡ് സർട്ടൻ സർവീസസ് ഖിദ്മത്ത് ഫോർ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വേണ്ടി ഖിദ്മത്ത്, സ്റ്റേറ്റിന് വേണ്ടി ചില സർവീസ് സേവനങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നെന്ന്. അപ്പോൾ എന്തോ സേവനങ്ങൾ നാട്ടുകാരുടെ എല്ലാം പണം പിരിച്ച് സ്റ്റേറ്റിന് എത്തിച്ചു കൊടുക്കും. ദ സെമീന്ദാഴ്സ് ഓൺഡ് എക്സ്റ്റെൻസീവ് പേഴ്സണൽ ലാൻഡ്സ് കാൾഡ് മിൽക്കിയത്ത്, മീനിങ് പ്രോപ്പർട്ടി. സെമീന്ദാഴ്സിന് ഒരുപാട് ഭൂമി സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. മറ്റുള്ളവരുടെ ഭൂമിയിലെ കരംപിരിക്കൽ മാത്രമല്ല, ഈ ഭൂമിക്ക് മിൽക്കിയത്ത് ലാൻഡ്സ് വെയർ കൾട്ടിവേറ്റഡ് ഫോർ ദ പ്രൈവറ്റ് യൂസ് ഓഫ് സെമീന്ദാഴ്സ്. സെമീന്ദാർമാർക്ക് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈ മിൽക്കിയത്ത് ഭൂമികൾ കൃഷി ചെയ്യാം. സെമീന്ദാഴ്സ് ആൾസോ enjoyed the right to collect revenue on behalf of the state. നമ്മൾ മുമ്പേ പറഞ്ഞ തന്നെ രാഷ്ട്രത്തിന് വേണ്ടി
ഗ്രാമീണ റെയിലിൽ നിന്ന് നികുതി പിരിക്കുന്നത് സെമീന്ദാർമാരാണ്. ഫോർ ദിസ് സർവീസ് ദേ റിസീവ്ഡ് എ ഷെയർ ഓഫ് ദ റവന്യൂ. ചുമ്മാതെ സേവനമല്ല, ഇങ്ങനെ പിരിച്ച് രാഷ്ട്രത്തിന് കൊടുക്കുന്നതിന് പകരമായിട്ട് എ ഷെയർ ഓഫ് ദ റവന്യൂ, ആ ഭൂനികുതിയിലെ ഒരു പങ്ക് ഇവർക്കുണ്ട്. കൺട്രോൾ ഓവർ മിലിറ്ററി റിസോഴ്സസ് വാസ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ദെയർ പവർ. അപ്പോൾ നമ്മൾ ജാതിയും അവരുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനവും പറഞ്ഞു. ഈ മൂന്നാമത്തായിട്ട് വേണം ഇതും പറയാം, കൺട്രോൾ ഓവർ മിലിറ്ററി റിസോഴ്സസ്. അപ്പോൾ സൈനിക കാര്യങ്ങളിലുള്ള ഇവരുടെ നിയന്ത്രണവും. മോസ്റ്റ് ഓഫ് ദ സെമീന്ദാഴ്സ് ഹാഡ് സ്ട്രോങ് ഫോർട്രസസ്. കൂടുതൽ പേർക്കും വമ്പൻ കോട്ടകളൊക്കെ ഉണ്ട്. ദേ ആൾസോ പൊസസ്ഡ് ആംഡ് കണ്ടിജന്റ് കംപ്രൈസിങ് യൂണിറ്റ്സ് ഓഫ് കാവലറി, ആർട്ടിലറി, ഇൻഫൻട്രി. അപ്പോൾ ഇവർക്ക് കാലാൾപ്പട, രഥപ്പട, കുതിരപ്പട ഒക്കെ ആയിട്ട് വലിയ പടകൾ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടെസ്റ്റിലവിടെ കളറിൽ നമുക്ക് വലിയ പ്രാധാന്യമില്ലാത്തത് കൊടുത്തിട്ടുണ്ട്. അക്കാലത്തെ സെമീന്ദാർമാരുടെ ഫുൾ സൈന്യത്തിനെ കുറിച്ച് ഏകദേശ കണക്കുകൾ ഐനി അക്ബാരിയിൽ നിന്നൊക്കെ അബുൽ ഫാസലിന്റെ വരികളിൽ നിന്നൊക്കെ കോട്ട് ചെയ്തിട്ട് ടെസ്റ്റിൽ ചിലടത്ത് കൊടുത്തിട്ടുണ്ട്. ദ സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദ മുഗൾ കൺട്രി സൈഡ് വാസ് ലൈക്ക് എ പിരമിഡ്. ഫ്യൂഡലിസത്തിലെ പോലെ മുഗൾ കൺട്രി സൈഡിലെ സോഷ്യൽ സെറ്റപ്പ് ഒരു പിരമിഡിക്കൽ ഷേപ്പ് ആയിരുന്നെന്ന്. സെമീന്ദാഴ്സ് ക്ലിയർലി എൻജോയ്ഡ് എ ഹൈ പൊസിഷൻ ഇൻ ഇറ്റ്. ഈ പിരമിഡിക്കൽ ഷേപ്പിൽ ഒരു ഹൈ പൊസിഷൻ എന്ന് പറയുമ്പം ആ പിരമിഡിന്റെ ടോപ്പിൽ തന്നെയായിരുന്നു സെമീന്ദാറുടെ സ്ഥാനം. നമുക്ക് നോക്കാം സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദ മുഗൾ കൺട്രി സൈഡ്, ആ പിരമിഡിക്കൽ ഷേപ്പ് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ടോപ്പിൽ സെമീന്ദാഴ്സ്. സെക്കൻഡ് പൊസിഷൻ ബ്രാഹ്മണ രാജ്പുട്ട് കമ്പൈൻ, ബ്രാഹ്മണ രജപുത്ര കൂട്ടുകെട്ട്. ഇപ്പോൾ സെമീന്ദാഴ്സായി, ബ്രാഹ്മണ രജപുത്ര കൂട്ടുകെട്ടായി. മൂന്നാമത്തത് ഇന്റർമീഡിയറ്റ് കാസ്റ്റ് ആൻഡ് മുസ്ലിം സെമീന്ദാരീസ്, മധ്യസ്ഥിത ജാതികൾ. വേറെ ഒന്നുമല്ല, ഇടയ്ക്ക് നിൽക്കുന്ന വലിയ കൂടിയ ജാതികൾ. കൂടിയതൊന്നും കുറഞ്ഞൊന്നും ഇല്ല, ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നില്ലയോ. ഹൈ കാസ്റ്റ് അല്ല, ലോ കാസ്റ്റും അല്ല, ഇടയ്ക്കുള്ള. പിന്നീട് മുസ്ലിം സെമീന്ദാരീസ്, മുസ്ലിങ്ങളായ സെമീന്ദാർമാര്. ഏറ്റവും താഴെ പെസൻസ്, എല്ലാവരും തീറ്റി പോരുന്ന കർഷകർ. ലോവർ കാസ്റ്റ്, കുറഞ്ഞ ജാതിക്കാരെന്ന് പറയുന്നവർ ഏറ്റവും താഴെ. കോണ്ടംപററി ഡോക്യുമെന്റ്സ് സജസ്റ്റ് ദാറ്റ് സം സെമീന്ദാരീസ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കോൺകസ്റ്റ്. ചില സെമീന്ദാർമാർ ഉയർന്നു വന്നത് കീഴടക്കലുകളിലൂടെയാണെന്ന്. നമുക്ക് നോക്കാം എന്ത് കീഴടക്കലാണെന്ന്. ദ പവർഫുൾ മിലിറ്ററി ചീഫ്റ്റൻസ് ഓഫൺ എക്സ്പാൻഡഡ് ദെയർ സെമീന്ദാരീസ് ബൈ ക്യാപ്ചറിങ് ദ ലാൻഡ്സ് ഓഫ് വീക്കർ പീപ്പിൾ. അപ്പോൾ മിലിറ്ററിയിലെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തൊട്ടപ്പുറത്തെ അശക്തരായ കർഷകന്റെ ഭൂമി എല്ലാവിടെ പിടിച്ചെടുത്ത് സെമീന്ദാർമാരായിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ മാർഗങ്ങളാണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് സെമീന്ദാരി കൺസോൾട്ടേഷൻ വാസ് വെരി സ്ലോ. ഈ സെമീന്ദാരികളുടെ ഏകീകരണം, ആ പ്രക്രിയ വളരെ പതുക്കെ നടന്നതാണ്. ദ സെമീന്ദാരി വാസ് കൺസോൾട്ടേറ്റഡ് ത്രൂ വേരിയസ് വേസ്. അത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്, എങ്ങനെയൊക്കെയാണ് ഒരു സെമീന്ദാരി കൺസോൾട്ടേറ്റ് ചെയ്തതെന്ന്. ദേ ഇൻക്ലൂഡഡ് കോളനൈസേഷൻ ഓഫ് ന്യൂ ലാൻഡ്സ്, പുതിയ ഭൂമികളുടെ കോളനിവൽക്കരണം. ബൈ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങളിലൂടെ പരമ്പരാഗതമായിട്ടുള്ളതോ മറ്റ് പല അവകാശങ്ങളിലൂടെ ഭൂമി കിട്ടി സെമീന്ദാർ ആയി മാറുന്നത്. ബൈ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ബൈ പർച്ചേസ്, രാഷ്ട്രത്തിന്റെ ഓർഡർ കൊണ്ട് രാഷ്ട്രം പറയുന്നു ആ ഭൂമികളൊക്കെ നിങ്ങൾ കൈവശം വെച്ചോ, എടുത്തോ, പകരം നിങ്ങൾക്ക് നികുതി പിരിച്ചു തന്നാൽ മതി. ആൻഡ് ബൈ പർച്ചേസ്, പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യാം. ദീസ് പ്രോസസ് പെർമിറ്റഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ദ റിലേറ്റീവ്ലി ലോവർ കാസ്റ്റ് ടു എൻ്റർ ദ റാങ്ക് ഓഫ് സെമീന്ദാഴ്സ്. അപ്പൊ ഈ കാര്യങ്ങൾ ഈ കുറഞ്ഞതെന്ന് പറയുന്ന ജാതിക്കാരന് ഒരു സെമീന്ദാർ ആവാൻ സഹായിച്ചിരുന്നു. അവനും വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് ഭൂമിയൊക്കെ വാങ്ങിച്ച് ഒരു സെമീന്ദാർ ആവാൻ ഈ കാര്യങ്ങൾ അവനെയും സഹായിച്ചു എന്നുള്ളതാണ്. സെമീന്ദാഴ്സ് ടുക്ക് ദ ലീഡ് ഇൻ ദ കോളനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. സെമീന്ദാർമാർ കൃഷിഭൂമികളുടെ കോളനിവൽക്കരണത്തിന് ഒരു നേതൃത്വം വഹിച്ചു. ദേ ഹെൽപ്ഡ് ദ കൾട്ടിവേറ്റേഴ്സ് ടു സെറ്റിൽ ദീസ് ലാൻഡ്സ് ബൈ പ്രൊവൈഡിങ് ദം അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ആൻഡ് ക്യാഷ് ലോൺസ്. അപ്പോൾ കർഷകരുടെ കയ്യിൽ കൃഷി ഇത് കിട്ടുന്നതിന് അധികം മിച്ചമൊന്നുമില്ല. അപ്പോൾ അടുത്തവണ വിളവിറക്കാൻ പോലുള്ള സാമഗ്രി കാണത്തില്ല. അപ്പോൾ വിത്തും വളങ്ങളും കാർഷിക ഉപകരണങ്ങളും അതിന് വേണ്ട ഈ വളർത്തു മൃഗങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളതിനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കർഷകരിനെ പ്രോത്സാഹിപ്പിച്ചു. കാർഷിക വൃത്തി അപ്പോൾ വളരാൻ ഇത് കാരണമായി. ലോണുകളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഇനി വിളവെടുക്കുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. There is no doubt that സെമീന്ദാഴ്സ് were an exploitative class. അപ്പൊ കേട്ടോണേ, നമ്മൾ ഈ പറയുന്ന പോലെ അവരൊരു ചൂഷിത വർഗമാണെന്ന് തന്നെയാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മറുസൈഡ് നോക്കാം. They exploited the cultivators through various means. അവർ കർഷകരെ പല രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു. But their relationship with peasantry was based on reciprocity
പെറ്റേണലിസം ആൻഡ് പേട്രണേജ്. അപ്പോൾ അവർക്ക് കർഷകരുമായിട്ടുള്ള ആ ബന്ധം, അന്യോന്യത, പിതൃനിർവിശേഷത, രക്ഷകർത്തൃത്വം, ഈ ഒരു രീതികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ സെമീന്ദാർമാർക്ക് അവരുടെ ഒപ്പമുള്ള കർഷകരെ എല്ലാവരെയും അറിയാം, അവരുടെ പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ അതിൽ നിന്ന് വിട്ട് ഹാർഷായിട്ടൊരു നിൽപ്പില്ല. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും കർഷകനുമായിട്ടൊരു ആത്മബന്ധം ഈ സെമീന്ദാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞു നോക്കാം. ദ ഭക്തി സെയിൻസ് ഹു എലഗന്റ്ലി കണ്ടംപ്റ്റ് കാസ്റ്റ് ബേസ്ഡ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഒപ്രഷൻ ഡിഡ് നോട്ട് പോർട്രേ സെമീന്ദാഴ്സ് ആസ് എക്സ്പ്ലോയിറ്റേഴ്സ്. ഏറ്റവും കൂടുതൽ ഈ അടിച്ചമർത്തലിനെ, എക്സ്പ്ലോയിറ്റേഷനെ എതിർത്തുകൊണ്ടിരുന്ന ഭക്തി പ്രസ്ഥാനത്തിലെ ആൾക്കാർ ഒരിക്കലും സെമീന്ദാർമാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചോ അവരുടെ അടിച്ചമർത്തലിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. ഒന്ന്. സെക്കൻഡലി, നോർത്ത് ഇന്ത്യ വിറ്റ്നസ്ഡ് എ ലാർജ് നമ്പർ ഓഫ് അഗ്രേറിയൻ അപ്രൈസിങ്സ്. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് കാർഷിക കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് 17-ാം നൂറ്റാണ്ടിൽ. മോസ്റ്റ് ഓഫ് ദീസ് റിവോൾട്ട്സ് വെയർ ഡയറക്റ്റഡ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ്, നോട്ട് അഗൻസ്റ്റ് സെമീന്ദാഴ്സ്. ഈ കലാപങ്ങളിൽ ബഹുഭൂരിഭാഗവും സ്റ്റേറ്റിനെതിരെയാണ്, സെമീന്ദാർക്കെതിരെ അല്ല. അപ്പോൾ സെമീന്ദാർമാരെ ജനം അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ സെമീന്ദാർമാർ ജനത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് തെളിവാണിത്. നമുക്ക് അടുത്ത പോയിന്റായ ലാൻഡ് റവന്യൂ സിസ്റ്റം, ഭൂനികുതി സമ്പ്രദായം കൂടി അല്പം പറയാം. അപ്പോൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് തോന്നിയാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ? സെമീന്ദാഴ്സ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു തരുന്നത് അത്ര എങ്കിലും അത്ര രസകരമായ പാർട്ടൊന്നും അല്ലെന്നുള്ളത് എനിക്കും അറിയാം. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ ഒന്ന് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും സെമീന്ദാർമാർ എങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത്. അത് ഭൂമിയുടെ ആ വളർച്ചയ്ക്ക്, കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വളർച്ചയ്ക്ക് അവരെന്തൊക്കെ സഹായം ചെയ്തത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. ഈ ഹൈ കാസ്റ്റും സ്റ്റേറ്റിനോടുള്ള അവരുടെ ആ സേവനങ്ങളും ഒക്കെ അവരെങ്ങനെ നിലനിർത്തിയിരുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആ താല്പര്യമാണ് നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ. ലാൻഡ് റവന്യൂ സിസ്റ്റം. ലാൻഡ് വാസ് ദ എക്കണോമിക് ഫൗണ്ടേഷൻ ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭൂമിയായിരുന്നു. ഭൂനികുതി ആയിരുന്നല്ല അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രത്തിൻ്റെ വരുമാന മാർഗം. ഇന്ന് നിങ്ങൾക്കറിയാം ഇൻകം ടാക്സ് ഒക്കെയാണ് ഏറ്റവും വലുതെന്നൊക്കെ അറിയാം. പക്ഷെ അന്ന് ഈ ലാൻഡ് ടാക്സ്, അഗ്രികൾച്ചർ ടാക്സ് ആണ് ഏറ്റവും വലുത്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടേണ്ടത്. Therefore, the Mughal state created an administrative machinery to establish control over agricultural production and fix and collect revenue. അതുകൊണ്ട് തന്നെ ഇതിനായിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി തന്നെ, ഒരു ഭരണ സംവിധാനം തന്നെ മുഗൾ സ്റ്റേറ്റ് ഉണ്ടാക്കി. അഗ്രികൾച്ചറിനെ കൺട്രോൾ ചെയ്യാൻ, ലാൻഡ് റവന്യൂ ഫിക്സ് ചെയ്യാൻ, ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം മുഗൾ സ്റ്റേറ്റ് ഉണ്ടാക്കി. ദ ഹെഡ് ഓഫ് ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ദഫ്താർ വാസ് കാൾഡ് ദിവാൻ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനെ അറിയപ്പെടുന്നത് ദിവാൻ എന്നാണ്. ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിങ് ദ ഫിസിക്കൽ സിസ്റ്റം ഓഫ് ദ എംപയർ. രാഷ്ട്രത്തിലെ പണപരമായ ഇടപാടുകളുടെ എല്ലാം സൂപ്പർവിഷൻ ഈ ദിവാനാണ്. ദിവാൻ വാസ് അസിസ്റ്റഡ് ബൈ അമിൽ ഗുസാർ ഓർ റവന്യൂ കളക്ടർ ആൻഡ് മെനി അതർ ഒഫീഷ്യൽസ്. അപ്പോൾ നമ്മൾ 1-2 ദിവാൻ എന്നുള്ള ഒരു വാക്കായി. അയാളെ അസിസ്റ്റ് ചെയ്യുന്ന ആളുടെ പേര് അമിൽ ഗുസാർ അല്ലെങ്കിൽ റവന്യൂ കളക്ടർ, അങ്ങനെയുള്ള ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടെന്നായി. The land revenue arrangements made by the state consisted of 2 stages. 2 തട്ടുകളായിട്ടാണ് ലാൻഡ് റവന്യൂ അറേഞ്ച്മെന്റ്സ് രാഷ്ട്രം നടത്തിയിരുന്നത്. ഒന്ന് അസസ്മെന്റ്, ലാൻഡ് റവന്യൂ എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തുക. ആക്ച്വൽ കളക്ഷൻ, രണ്ടാമത്തത് യഥാർത്ഥ പിരിവ്. ആദ്യം എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്തുക, രണ്ടാമത് അതിന്റെ പിരിവ് നടത്തുക. അങ്ങനെ 2 മാർഗത്തിലാണ്. അപ്പോൾ ആ മാർഗങ്ങൾ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ലാൻഡ് റവന്യൂ സിസ്റ്റം വാസ് ദ അസസ്മെന്റ് ഓഫ് the amount of land tax. The amount thus assessed was called jama. അപ്പോൾ ആദ്യത്തേത് ലാൻഡ് റവന്യൂ എത്രയുണ്ടെന്ന്, ആ എമൗണ്ട് എത്ര ഉണ്ടെന്ന്, എത്ര തുകയ്ക്കുണ്ടെന്നുള്ളത് കണക്ക് കൂട്ടിയെടുക്കുക. അപ്പോൾ ദ എമൗണ്ട് ദസ് അസസ്ഡ്, അപ്പോൾ അങ്ങനെ അസസ് ചെയ്യുന്ന ആ തുകയ്ക്ക് പറയുന്ന പേരാണ് ജമ. കളക്ട് ചെയ്ത തുകയല്ല, ലാൻഡ് ഭൂനികുതി കർഷകർ നൽകേണ്ട ഭൂനികുതി സംഖ്യ നിർണ്ണയിക്കലാണ്. ഇങ്ങനെ നിർണ്ണയിക്കപ്പെട്ട സംഖ്യയെ ജമ എന്ന് പറയുന്നു. ദ സെക്കൻഡ് സ്റ്റേജ് വാസ് ദ ആക്ച്വൽ കളക്ഷൻ ഓഫ് ടാക്സ് എമൗണ്ട്. ദ എമൗണ്ട് ദസ് കളക്റ്റഡ് വാസ് കാൾഡ് ഹസിൽ. നികുതി സംഖ്യയുടെ യഥാർത്ഥ പിരിവാണ് 2ാം ഘട്ടം. ഇങ്ങനെ പിരിച്ചെടുത്ത സംഖ്യയെ ഹസിൽ എന്ന് വിളിക്കുന്നു. അപ്പം ജമ എത്രയാണ് കൊടുക്കേണ്ടത് തുക എന്നുള്ള കണക്ക്, ഹസിലാണെങ്കിൽ പിരിച്ചെടുത്ത ആ തുക. ദ ഫാർമേഴ്സ് കുഡ് പേ ദ ലാൻഡ് റവന്യൂ എയ്തർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. ലാൻഡ് റവന്യൂ പൈസയായിട്ടോ സാധനമായിട്ടോ, ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനമായിട്ടോ കൊടുക്കാം.
ഹൗവർ ദ സ്റ്റേറ്റ് പ്രിഫേർഡ് ക്യാഷ് പേയ്മെന്റ്. എങ്കിലും രാഷ്ട്രം പ്രിഫർ ചെയ്തിരുന്നത്, കൂടുതൽ താല്പര്യം കൊടുത്തിരുന്നത് ക്യാഷ് പേയ്മെന്റിനാണ്, പണമായിട്ട് തന്നെ നികുതി പിരിക്കാനാണ്. അപ്പോൾ എല്ലാവരിലും കിട്ടാത്തതുകൊണ്ടാണ് ചിലരിൽ നിന്നും അല്ലാതെ പിരിച്ചത്. ബോത്ത് കൾട്ടിവേറ്റഡ് ആൻഡ് കൾട്ടിവബിൾ ലാൻഡ്സ് വെയർ മെഷേർഡ് ഇൻ ഈച്ച് പ്രോവിൻസ്. ഓരോ പ്രവിശ്യയിലെയും കൃഷി ചെയ്തിരുന്ന ഭൂമിയും കൃഷി ചെയ്യാൻ കൊള്ളാവുന്ന ഭൂമിയൊക്കെ മെഷർ ചെയ്തിരുന്നു, അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. ഡ്യൂറിങ് അക്ബേഴ്സ് റൂൾ ദ എൻറ്റയർ ലാൻഡ്സ് വെയർ കെയർഫുള്ളി മെഷേർഡ്. അക്ബറുടെ ഭരണകാലത്ത് മൊത്തം ഭൂമിയും വളരെ നല്ല രീതിയിൽ മെഷർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായ കണക്കിൽ നികുതി വെച്ചെടുക്കാനും അതുവഴി രാഷ്ട്രത്തിന് വളരെ സ്മൂത്തായിട്ട്, ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള സമയമാണ്, പണച്ചെലവ് ധാരാളമുള്ള സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം നികുതി ആണ് താനും. അപ്പോൾ ഇത് പിരിച്ചെടുക്കുക എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അത് അക്ബറുടെ കാലത്തൊക്കെ വളരെ കറക്റ്റായിട്ട് നടന്നിരുന്നു. ശരി, ശേഷം അടുത്ത ക്ലാസ്സിൽ.